ഇടയ്ക്കൊക്കെ പോയി ഒരു ഹാജരിട്ടില്ലെങ്കിൽ വിഷയമാകും. ഒരു അവധി കിട്ടിയ ഉറക്കക്ഷീണം മൊത്തം ഉറങ്ങി തീർക്കുക, അതാണ് പതിവ്. എന്നാൽ നമ്മൾ ഇന്ന് വണ്ടി എടുത്ത് നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് വെള്ളാപ്പാട് കാവിലേക്കാണ്. ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വിളിച്ചേപ്പിച്ച യായു കലിപ്പാവും. പുള്ളി സ്വന്തമായിട്ട് കേൾക്കുവാണെങ്കിൽ കുഴപ്പമില്ല, അതുകൊണ്ട് യായു ഇല്ലാതെയാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ തൊഴുതിറങ്ങിയതിന് ശേഷം പുറത്തുനിന്ന് ചന്ദനൊക്കെ തൊടുക. എന്തായാലും അവധിയല്ലേ, ഒന്നിൽ നിർത്തണ്ടെന്ന് ഓർത്ത് നേരെ നമ്മളിപ്പോൾ എടപ്പാടി അമ്പലത്തിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഇന്ന് ഉത്സവം. ഉച്ചയ്ക്ക് ശേഷം ഈ ഒരു അമ്പലത്തിലേക്ക് ഇന്ന് കാവടി ഘോഷയാത്രയൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അമ്പലത്തിൽ നിന്നൊക്കെ തൊഴുതിറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ വന്നിരിക്കുന്ന ഈ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ സുനീഷേട്ടൻ ആൻഡ് ഫാമിലി ഈ ഒരു സമയത്ത് ഇവിടെ ഫുഡ് കഴിക്കാൻ എത്തിയിട്ടുണ്ട്. അവരോട് ഒരു അല്പം നേരമൊക്കെ വേണ്ടി ഫുഡും കഴിച്ചതിന് ശേഷം ബില്ലും കൊടുത്ത് പുറത്തിറങ്ങിയപ്പോൾ തന്നെ യായു തിരക്കുന്നുണ്ടെന്ന് പറഞ്ഞുള്ള കോളെത്തി. ഇത്ര നേരം പുള്ളി ഏറ്റിട്ട് കളിയൊക്കെ ആയിരുന്നെന്നാണ് പറഞ്ഞത്. ശേഷം വണ്ടി എടുത്ത് നമ്മൾ നേരെ വീട്ടിൽ ചെന്നപ്പോൾ വിളിക്കാതെ പോയെന്ന് പറഞ്ഞ് യായു കലിപ്പ്. ഇതെല്ലാം യായുവിന്റെ ലീലാവിലാസങ്ങളാണ്. ശേഷം നമ്മളിപ്പോൾ ഒരു കസിന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ചേച്ചിക്ക് സാരി ഉടുപ്പിച്ച് കൊടുക്കുന്നത് അമ്മുവാണ്. നമ്മൾ രാവിലെ പോയ അമ്പലത്തിൽ ഉത്സവമില്ല, അതിലെ കാവടി ഘോഷയാത്ര കൂടാനാണ് ചേച്ചി പോകുന്നത്. അങ്ങനെ ഇപ്പോൾ സമയം ഉച്ച കഴിഞ്ഞു. ഉത്സവക്കാരെ കൂട്ടാൻ വേണ്ടിയുള്ള വെയിറ്റിംഗിലാണ് ഞാൻ. നടന്നും വെയിൽ കൊണ്ടും എല്ലാം ക്ഷീണിച്ച് രണ്ടുപേര് ദേ ഇതാണ് വരുന്നത്. യായുവിന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ എന്ന് പറഞ്ഞ അമ്മു യായും കൂടെ ഇപ്പോൾ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ശേഷം നമ്മളിപ്പോൾ കുഞ്ഞാനച്ചന്റെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സാധാ ആക്റ്റീവിനെ കുഞ്ഞാനച്ച സ്വന്തമായിട്ട് പണിതാണ് ഇങ്ങനെ ആക്കിയിട്ടുള്ളത്. ഇലിമ്പിപ്പുളി വേണമെന്ന് പറഞ്ഞിട്ട് യായുവിന് വേണ്ടി ഇപ്പോൾ ഞാൻ ഇലിമ്പിപ്പുളി പറിച്ചുകൊണ്ടിരിക്കുകയാണ്. മരച്ചോട്ടിൽ നിന്ന് യായുവിന്റെ കാലെ അഴുകി ഇലിമ്പിപ്പുളി പറ്റി. ശേഷം ഇപ്പോൾ യായുവിന്റെ കാല് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എല്ലായിടത്തും യാത്ര പറഞ്ഞിറങ്ങുന്നത് നമ്മളോട് തന്നെ യാത്ര പറഞ്ഞിട്ട് കുഞ്ഞാനച്ചൻ ഇപ്പോൾ ചാരാമേനെ കൂട്ടാനാണ് പോകുന്നത്. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ നമ്മളിപ്പോൾ ഏറ്റുമാനൂർ അമ്പലത്തിൽ കൂടി വന്നിരിക്കുകയാണ്. അല്പം നേരത്തെ വന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ വെയിറ്റിംഗിൽ ഇങ്ങനെ ഇരിക്കേണ്ടത് വന്നത്. അമ്പലം 5 മണിക്കാണ് തുറക്കുന്നത്. നമ്മൾ 4:30 ആയപ്പോൾ തന്നെ വന്നു. ശേഷം അമ്പലമൊക്കെ തുറന്നതിന് ശേഷം ഉള്ളിൽ കയറി തൊഴുത് പുറത്തിറങ്ങിയപ്പോൾ തന്നെ യായു ഈ ഒരു കടയിലേക്കാണ് ഓടി വന്നത്. ഇവിടുന്ന് കുറെ അധികം സാധനങ്ങൾ നോക്കിയെങ്കിൽ ലാസ്റ്റ് യായുവിന് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ചെണ്ടയാണ്. തിരിച്ച് പോരുന്ന വഴിയെ കണ്ട ഈ ഒരു കടയിൽ കയറി ഞങ്ങൾ 3 പേരും കൂടി ഇപ്പോൾ ഒരു കരിക്കൊക്കെ മേടിച്ച് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ശേഷം ഇപ്പോൾ നമ്മൾ രാത്രി സെക്കൻഡ് ഷോയ്ക്കാണ് വന്നിരിക്കുന്നത്. വലതുവശത്തെ കള്ളൻ എന്ന് പറഞ്ഞ മൂവിയും കണ്ടതിന് ശേഷം ഇന്നത്തെ ഈ ഒരു അവധി ദിവസം നമ്മൾ അവസാനിപ്പിച്ചു.